ഹായ് ഹലോ ഇന്ന് നമുക്കൊരു സീൽ മോഡൽ ചെയ്യാം. ആഹാരം അന്നപഥത്തിലൂടെ എന്ന നയനത്തിലെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സലൈവറി ഗ്ലാൻസ് അഥവാ ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മളിന്ന് സ്റ്റില്ലായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇംപ്രവൈസ്ഡ് എയ്ഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡ് ഞാൻ ആദ്യമായിട്ട് ചാർട്ട് പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്ക് സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് പ്ലെയിനായിട്ട് വിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ചാർട്ട് പേപ്പർ ഇട്ട് കവർ ചെയ്ത ശേഷം അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാനൊരു തലയുടെ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഔട്ട്ലൈന് മാത്രം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് അതിന് സ്കിൻ കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെവിയുടെ ഭാഗം ഞാൻ എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ ഒരു കാർഡ്ബോർഡ് പേപ്പർ തന്നെ കട്ട് ചെയ്തെടുത്തു. അതിന് കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചു. അതുപോലെ തന്നെ വായൻ്റെ പോർഷന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പോർഷനെ കട്ട് ചെയ്തിട്ട് ഒരു ഹോൾ രൂപത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വായ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പോർഷനാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പോർഷനും കാർഡ്ബോർഡ് ജസ്റ്റ് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുകൾ ഭാഗം പീൽ ചെയ്ത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് റെഡ് കളർ അടിച്ചിട്ടുള്ളതാണ്. മസിൽസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ സലൈവറി ഗ്ലാൻസ് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ഡോട്ട് നമുക്ക് ഒരു ബബിളി സ്ട്രക്ചറായിട്ട് സലൈവറി ഗ്ലാൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോർഷനും ഞാൻ അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടീത്തിൻ്റെ സെക്ഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷെൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കുഞ്ഞു ഷെൽസ് കളക്ട് ചെയ്തിട്ട് പല്ലിൻ്റെ സ്ട്രക്ചറിന് ഞാൻ ഒട്ടിച്ചെടുത്തു. നമുക്ക് ജസ്റ്റ് ഇൻസിസേഴ്സും കാനൈനൊക്കെ എങ്ങനെ വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ബ്ലഡ് വെസൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറുള്ള വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ നമുക്ക് ഉമിനീർഗ്രന്ഥികളുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ, ആ ഒരു വായൻ്റെ സ്ട്രക്ചർ നമുക്ക് റെഡിയാണ്. ഇതല്ലാത്ത ബാക്കി ഏരിയ ഒക്കെ ജസ്റ്റ് പെയിൻറ്റ് യൂസ് ചെയ്തൊന്ന് കളർ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളൂ. ടെങ്കിൻ്റെ ഏരിയ ആയാലും അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി ഏരിയ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടർ കളർ വെച്ചിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ ഇന്ന് സ്റ്റില്ലായിട്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.